വിനോദൊക്കെ സംവിധാനം ചെയ്ത മൂൺ വാക്ക്. ഞാൻ ഈ സിനിമ പോയി കാണാൻ എന്നെ പ്രേരിപ്പിച്ച ഘടകം 3 വ്യക്തികളുടെ കോൺട്രിബ്യൂഷൻ ഈ സിനിമയ്ക്കകത്തുള്ളതുകൊണ്ടാണ്. ഒന്ന്, ലിജോ ജോസ് പെല്ലിശ്ശേരി പ്രസന്റ് ചെയ്യുന്ന സിനിമ. അദ്ദേഹത്തിന് മുമ്പ് പ്രസന്റ് ചെയ്ത പല്ലുട്ടി 90s കിഡ് എന്ന് പറഞ്ഞ പടം എനിക്ക് പേഴ്സണലി വളരെയധികം ഇഷ്ടപ്പെട്ടൊരു പടമാണ്. രണ്ടാമത്തെ ഘടകം മൈക്കിൾ ജാക്സൺ. ലോക സംഗീതത്തിൽ വിസ്മയം സൃഷ്ടിച്ച, ലോകം മുഴുവൻ ജനപ്രീതി നേടിയ ഒരു വലിയ കലാകാരൻ. അദ്ദേഹത്തിന്റെ ഒരു കട്ട ഫാനാണ് ഞാൻ. മൂന്നാമത്തെ ഘടകം പ്രശാന്ത് പിള്ളയുടെ മ്യൂസിക്. പ്രത്യേകിച്ച് ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ, എനിക്ക് തോന്നുന്നു ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ എല്ലാ സിനിമകളും തന്നെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് പ്രശാന്ത് പിള്ളയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ സിറ്റി ഓഫ് ഗോഡ് എന്ന് പറഞ്ഞ പടത്തിന്റെ അകത്ത് പ്രശാന്ത് പിള്ളയുടെ സ്കോറിംഗ് ഉണ്ട്. അത് ഓരോ ക്യാരക്ടറിനും പുള്ളി ചെയ്ത സ്കോറിംഗ് ഒക്കെ ഇപ്പോഴും ഞാൻ കേൾക്കാറുണ്ട്. അതുപോലെ തന്നെ ആമേൻ എന്ന് പറഞ്ഞ സിനിമ, ഡബിൾ ബാരൽ തുടങ്ങിയുള്ള പടങ്ങളൊക്കെ തിയേറ്ററിലിരുന്ന് കാണാൻ ഭയങ്കര ഫീലായിരുന്നു. ഈ 3 ആൾക്കാരുടെ കോൺട്രിബ്യൂഷൻ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണാൻ കൂടുതൽ താല്പര്യം കാണിച്ചത്. സിനിമ കണ്ടപ്പം എന്റെ വിശ്വാസം ഒട്ടും തെറ്റിച്ചില്ല. വളരെ തൃപ്തികരമായിട്ടുള്ള ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് എനിക്ക് ഈ ഫിലിം തന്നു. വിനോദയുടെ ആദ്യത്തെ സിനിമാ സംരംഭം, അത് എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ ചെയ്തതായിട്ട് തോന്നുന്നുള്ളൂ. അത്രയ്ക്കും ഗംഭീരമായിട്ട്. പ്രത്യേകിച്ച് എനിക്കൊന്ന് ഇതൊരു 85 കാലഘട്ടം, 90s തുടക്കത്തിന്, ഒരു 80s അവസാനം 90s തുടക്കം, അങ്ങനെ ആ ഒരു കാലഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് ഈ സിനിമയുടെ കഥ പറയുന്നത്. 60s 70s കാലഘട്ടത്തില് സംഗീത ലോകത്തില് ബോണിയം വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലോട്ട് മൈക്കിൾ ജാക്സൺ പോപ്പ് മ്യൂസിക് എന്ന് പറയുന്ന സംഭവം കൊണ്ടുവന്ന ഒരു വിപ്ലവം സൃഷ്ടിക്കുകയാണ്. അതോടൊപ്പം ബ്രേക്ക് ഡാൻസ് എന്ന് പറഞ്ഞൊരു പെർഫോമിംഗ് ആർട്ട് രൂപം കൊള്ളുകയും പിന്നീട് ലോകം മുഴുവൻ അത് ഏറ്റെടുക്കുകയും അതൊരു പ്രൊഫഷനായിട്ടും പാഷനായിട്ടും മാറുകയും ചെയ്യുകയും ലോക ജനത, സംഗീതം ഇഷ്ടപ്പെടുന്ന ലോക ജനത മുഴുവൻ മൈക്കിൾ ജാക്സൺ എന്ന വ്യക്തിയെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങുകയും ചെയ്ത ചരിത്രം. ഇന്നും MJ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടാത്ത ആൾക്കാരില്ല. പ്രത്യേകിച്ച് 80s 90s കാലഘട്ടത്തിൽ കൗമാരക്കാരായി ജീവിച്ചു വന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് MJ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയാണ് ഇരിക്കുന്നത്. അങ്ങനെ മൈക്കിൾ ജാക്സനെ ഫോളോ ചെയ്യാൻ ആഗ്രഹിച്ച, മൈക്കിൾ ജാക്സൺ ഇൻട്രൊഡ്യൂസ് ചെയ്ത ബ്രേക്ക് ഡാൻസ് ഒരു പ്രൊഫഷനായി, ഒരു പാഷനായി സ്വീകരിച്ച ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ വളരെ സിമ്പിൾ ആയിട്ടുള്ള എന്നാൽ മനോഹരമായിട്ടുള്ള ഒരു സിനിമയാണ് മൂൺ വാക്ക്. ഈ സിനിമയുടെ മുഴുവൻ സോളും കിടക്കുന്നത് ക്ലൈമാക്സിലാണ്. ഗംഭീരമായിരുന്നു. വിനോദയുടെ ഡയറക്ഷൻ പക്കയായിട്ട് അവിടെ നമുക്ക് ശരിക്കും മനസ്സിലാകും. അതുപോലെ തന്നെ പ്രശാന്ത് പിള്ളയുടെ മ്യൂസിക്കും രംഗനാഥിന്റെ സൗണ്ട് ഡിസൈനും, ഈ 2 പേരും, മെയിനായിട്ടും പ്രശാന്ത് പിള്ളയുടെ മ്യൂസിക്കും രംഗനാഥിന്റെ സൗണ്ട് ഡിസൈനുമാണ് ക്ലൈമാക്സ് അത്രയും ഗംഭീരമാക്കാൻ ഏറ്റവും കൂടുതൽ പണിയെടുത്തിട്ടുള്ളൂ. അത്രമേൽ ഗംഭീരം. അത് തിയേറ്ററിൽ, പ്രത്യേകിച്ച് നല്ല സൗണ്ട് എഫക്റ്റ് ഉള്ള ഒരു തിയേറ്ററിൽ ഇരുന്ന് ആ ക്ലൈമാക്സ് കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫീൽ എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് മൈക്കിൾ ജാക്സൺ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഒരു ഭയങ്കര ഫീലാണ് അത് നമുക്ക് കിട്ടുന്നത്. സിനിമയിൽ എടുത്തു പറയേണ്ടത് മെയിൻ ഘടകങ്ങൾ ഇവർ 2 പേരുമാണ്, പ്രശാന്ത് പിള്ളയും രംഗനാഥും. പിന്നെ ഇതിന്റെ അകത്തെ ഓരോ അഭിനേതാക്കളും, പ്രത്യേകിച്ച് ഈ സിനിമയിൽ കേന്ദ്ര കഥാപാത്രങ്ങൾ ചെയ്ത പിള്ളേര് സെറ്റ് ഞെരിപ്പിച്ചിട്ടുണ്ട്. അമ്മാതിരി പെർഫോമൻസ്. ഇമാര് ആദ്യമായിട്ട് അഭിനയിക്കുന്ന പടമാണെന്ന് നമുക്ക് ഒരിക്കലും തോന്നത്തില്ല. നമ്മൾ അങ്കമാലി ഡയറീസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീല് പോലെയുള്ള ഗംഭീര പെർഫോമൻസ് ആണ് അമ്മമാര് ചെയ്തു വെച്ചിരിക്കുന്നത്. ആരാണ് കൂടുതൽ പെർഫോം ചെയ്തതെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് ഓരോ വ്യക്തികളും ഈ സിനിമ കാണാൻ നേരത്ത് ഇതിലെ ഓരോ ക്യാരക്ടറും പ്രത്യേകമായിരിക്കും. ഓരോ ആൾക്കാർക്കും ഈ സിനിമയ്ക്ക് അത് കണക്ട് ആവണം. എനിക്ക് പേഴ്സണലി ഇതിന്റെ അകത്ത് സുര എന്ന് പറഞ്ഞ ക്യാരക്ടർ ഈ സിനിമയിൽ ഒരു മെയിൻ ക്യാരക്ടറാണ്. ഒരു പയ്യൻ, അവൻ നായകന്മാരിലൊരാൾ. അവന്റെ ക്യാരക്ടർ ആണ് എനിക്ക് പേഴ്സണലി ഇമോഷണലി ഈ സിനിമയ്ക്കകത്ത് കൂടുതൽ കണക്ട് ആയത്. പലർക്കും പലതായിരിക്കും. കൂടുതൽ ആൾക്കാർക്കും സുരയായിരിക്കും കണക്ട് ആയത്. നല്ല ഈ സിനിമയുടെ മുഴുവൻ ഇമോഷണൽ കണക്ഷൻ ഉണ്ടാവുന്നതും ഈ സിനിമയുടെ ഒരു കോർ സാധനം കൊണ്ടുവന്ന ആ ക്യാരക്ടറാണ്. അത് ആ ക്യാരക്ടർ ചെയ്ത ആ ചെക്കൻ പൊളിച്ചിട്ടുണ്ട്. എല്ലാവരും പൊളിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ആ ക്യാരക്ടർ വളരെ സൂക്ഷ്മതയോടുകൂടി ചെയ്യേണ്ട, ഏത് നിമിഷവും പാടി പോകാന്നൊരു സംഭവമാണ്. അത് പക്കായിട്ട് ചെയ്തിട്ടുണ്ട്. കഥാപശ്ചാത്തലം പ്ലേസ് ചെയ്ത സ്ഥലം തിരുവനന്തപുരത്തെ ഒരു കടലോര പ്രദേശത്തെങ്ങാണ്ടാണ് ഈ സിനിമ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇത് സ്ഥലമാണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. ഈ ഒരു കഥാ പശ്ചാത്തലത്തിന്, കഥ പറയുന്ന രീതിക്ക്
ഏറ്റവും മാച്ചായിട്ടുള്ള ഒരു സ്ഥലവും ഏറ്റവും മാച്ചായിട്ടുള്ള ഭാഷാ ശൈലിയാണ്, പ്രത്യേകിച്ച് തിരുവനന്തപുരം ഭാഷ. വിനോദമൊക്കെ പ്രത്യേകിച്ച് ആ ഒരു 80s 90s കാലഘട്ടത്തിലെ തിരുവനന്തപുരംകാരുടെ ഒരു കൾച്ചറും ആൾക്കാരുടെ ഒരു സ്വഭാവ രീതികളും ഒക്കെ ഭയങ്കര കൃത്യമായിട്ട് പഠിച്ച് ചെയ്തിട്ടുണ്ട്. പടത്തിൽ നെഗറ്റീവായിട്ട് തോന്നി എനിക്ക് പേഴ്സണലി, എല്ലാവർക്കും അങ്ങനെയാണെന്നില്ല, എനിക്ക് ചില ഭാഗങ്ങൾ ഒരിച്ചിരി ലാഗ് ഫീൽ ചെയ്തു. ഈ പിള്ളേരുടെ പ്രണയം കാണിക്കുന്ന കുറച്ച് രംഗങ്ങൾ അതിൽ ഉൾപ്പെടുത്തിയ പാട്ടൊന്നും എനിക്ക് അത്ര വർക്കായി എന്ന് വെച്ച് അത് സിനിമയുടെ ആസ്വാദനത്തെ ഒട്ടും ബാധിക്കുന്നില്ല. പക്ഷെ അവിടെ ഒരു 5-10 മിനിറ്റ് എവിടെ അത് പാട്ടേലൊരു ശോകം പോലെ എനിക്ക് തോന്നി. വേറെ എവിടെയോ എഡിറ്റിങ്ങിലാണോ എന്താണ് പറ്റിയെന്ന് എനിക്കറിയില്ല. കുറച്ച് ഭാഗം ആ ഒരു കാര്യം മാത്രമേ എനിക്ക് പടത്തിൽ ഒരു നെഗറ്റീവായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തുള്ളൂ. പക്ഷെ അത് വേറൊരാൾക്ക് ചിലപ്പോൾ ആ ഭാഗം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്നിരിക്കും. അതൊക്കെ ഓരോരുത്തരെയും പേഴ്സണൽ ആയിട്ടുള്ള താല്പര്യങ്ങളാണ്. ഡാൻസും സംഭവങ്ങളും വരുന്ന സീനുകളെല്ലാം ശരിക്കും ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ആ കാര്യത്തിൽ ഒന്നും പറയാനായിട്ടില്ല. പിന്നെ പടത്തെക്കുറിച്ച് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ നമ്മളിത് ഞാൻ ഈ പറയുന്നത് പോലെ ഒരു ബോളിവുഡ് പടം കാണുന്ന ഫീലല്ല. എന്നുവെച്ചാൽ നമുക്ക് ഈ സിനിമ തുടക്കം പോലെ കാണുമ്പോൾ തന്നെ അറിയാം ഇതൊരു സിമ്പിൾ പടമാണ്, ഒരു ലോ ബഡ്ജറ്റിൽ വന്ന പടമാണ്. പ്രത്യേകിച്ച് പുതുമുഖങ്ങളാണ് ഇതിന്റെ അകത്ത് മുഴുവനും. പ്രശസ്തരായുള്ള നടീനടന്മാരൊക്കെ വളരെ കുറവാണ്. അപ്പൊ ഈ പുതുമുഖങ്ങളെ വെച്ച് ഇങ്ങനെ ഒരു സിനിമ ചെയ്യുമ്പോൾ ഇത് വളരെ ലോ ബഡ്ജറ്റിലുള്ള ഒരു പടമാണ്. നമുക്ക് ഈ പടത്തിന്റെ മൊത്തത്തിലുള്ള ഒരു ഫീല് കാണുമ്പോഴേ അറിയാം. അപ്പൊ ആ ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ ഈ സിനിമ ആസ്വദിക്കുന്നത്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ പടം ശരിക്കും ഒരു പക്കാ പടമായിട്ട് തന്നെയാണ് തോന്നുന്നത്. പിന്നെ സിനിമ ആസ്വദിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയുടെ ഷെയർ വെച്ചാണ് ഓരോ പടങ്ങളും ഓരോരുത്തരും ആസ്വദിക്കുന്നത്. ഈ പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഡാൻസ് മൂവിയാണ്. അങ്ങനെയുള്ള പടങ്ങൾ ഇഷ്ടപ്പെടുന്നവര്, പ്രത്യേകിച്ച് മൈക്കിൾ ജാക്സനെ ഇഷ്ടപ്പെടുന്നവര്, മൈക്കിൾ ജാക്സന്റെ ഡാൻസ് ഇഷ്ടപ്പെടുന്നവര്, ബ്രേക്ക് ഡാൻസ് ഇഷ്ടപ്പെടുന്നവര്, അങ്ങനെയുള്ള പാഷനായിട്ടുള്ള ആൾക്കാർ, അല്ലെ അതിനെ ആസ്വദിക്കുന്ന ആൾക്കാർക്ക് ഈ സിനിമ ശരിക്കും ഒരു വിരുന്ന് തന്നെയാണ്. എനിവേ, ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.